പണ്ഡിതന്മാർ പെണ്ണ് കാണാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ദൂനൽ മസ്, തൊടാൻ പാടില്ല. നിനക്ക് കണ്ടിട്ട് റാഹത്തായിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ പെങ്ങന്മാരെയും ഉമ്മാനെയും പറഞ്ഞേച്ചോ, അവർ വന്നിട്ട് വേണമെങ്കിൽ പെണ്ണിന്റെ കൈ തൊട്ടിട്ട് എങ്ങനെയുണ്ട് നിനക്ക് വിശേഷിപ്പിച്ചു തരട്ടെ. അതേസമയം നീ തൊടാൻ പാടില്ല. പിന്നെ എങ്ങനെയാ എൻഗേജ്മെന്റിന്റെ അന്ന് പുതിയാപ്പള പെൺകുട്ടിന്റെ കയ്യിലേക്ക് മോതിരിട്ട് കൊടുക്കുന്നു? തൊടലല്ലേ, ഹറാമല്ലേ അത്? ഇമാം തൊബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണുന്നുണ്ട്, ലഅൻ യുത്അന ഫീ റഅസി അഹദികും ബിമിഖ്യത്തിൻ മിൻ ഹദീദിൻ ഖൈറുൻ മിൻ അൻ യമുസ്സ ഇംറഅതൻ ലാ തഹില്ലു ലക. നിനക്ക് ഹലാലല്ലാത്ത ഒരു പെണ്ണിനെ നീ തൊടുന്നതിനേക്കാൾ നിന്റെ തലയിലേക്ക് ആരെങ്കിലും കമ്പിപ്പാര അടിച്ചു കയറ്റുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു കമ്പിപ്പാര അടിച്ചു കയറ്റുമ്പോഴുള്ള വേദന സഹിക്കലാണ് പോലും ഒരു പെണ്ണിനെ തൊടുന്നതിനേക്കാളും ഏറ്റവും നല്ലതെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. എൻഗേജ്മെന്റ് കഴിഞ്ഞതുകൊണ്ട് ഒരു അന്യപ്പെണ്ണിനെ തൊടുന്നതിന്റെ വിധിയിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാ? സാധാ ഒരു ബന്ധമില്ലാത്ത ഒരു അന്യപ്പെണ്ണിനെ തൊടുന്നതിന് കിട്ടുന്ന എന്തെല്ലാം ശിക്ഷ ഉണ്ടോ അതെല്ലാം വിവാഹത്തിന് മുമ്പ് തൊടുന്നവനിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന. പിന്നെ എങ്ങനെയാ തൊടാനുള്ള അവസരം നമുക്കുണ്ടാകും?